പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം ബൈബിളും പ്രവചനങ്ങൾ. 1,76,00,000 കിലോമീറ്റർ ഓസോണിൻ്റെ കൊട കീറിക്കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അമ്മച്ചിമാർ സൂര്യതാപമേക്കാതെ കൊട പിടിച്ചു കൊടുക്കുന്നതുള്ള ദൈവം ഭൂമിക്ക് വെച്ച കൊടയുടെ പേരാ ഓസോൺ ലെയർ. അതുകൊണ്ട് ഇന്ന് രാഷ്ട്ര നേതാക്കൾ കൂടുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഗ്ലോബൽ വാർമിംഗ്. മാർപ്പാപ്പ പറയുന്നു ആഗോളതാപനം കുറയ്ക്കണം. UN അണ്ടർ ജനറൽ സെക്രട്ടറി പറയുന്നു ആഗോളതാപനം കുറയ്ക്കണം. തീർന്നില്ല, ഡൽഹിയിലെ കാര്യം കട്ടപ്പുക. പത്രം വായിക്കുന്നവർക്കറിയാം. സ്വതന്ത്രം ഡൽഹിയിൽ എല്ലാ ദിവസവും വായു. സ്കൂൾ അടച്ചു കഴിഞ്ഞു, അന്തരീക്ഷ മലിനീകരണം കണ്ടു. അങ്ങോട്ട് പോയ പുകയെല്ലാം കത്ത് ഇങ്ങോട്ടിറങ്ങുന്നു ഡൽഹിയിൽ. അങ്ങനെയെങ്കിൽ ദൈവം ഈ ഭൂമിയെ എന്ത് ചെയ്യും കണ്ടോ? പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും കണ്ടോ? ചിന്നമാമ അവിലേശുണ്ട് ഉണ്ടാക്കുന്നത് പോലെ ഈ ചൂട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്ന കാലം വരുന്നു. ക്യാൻസർ സെൻ്ററിൽ റേഡിയേഷൻ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ക്ലാസ് റൂമിനകത്ത് കയറ്റും. നിങ്ങളെയും കയറ്റത്തില്ല, അവിടെ ഇരിക്കുന്ന ടെക്നീഷ്യൻ കയറത്തില്ല. ഇയർഫോൺ കൊടുക്കുന്നത് പോലെ അവനവിടെ കിടക്കുമ്പോൾ മേളിൽ നിന്ന് ആൽഫയും ബീറ്റയും ഗാമയും അടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് മറ്റൊരു ഭാഗത്ത് ആ താപമേറ്റാൽ, റേഡിയോ തെറപ്പി ഏറ്റാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കെട്ടിപ്പൊതിഞ്ഞിട്ട് ഒരു കൃത്യസമയത്ത് കൊടുക്കത്തുള്ളൂ. മനുഷ്യൻ്റെ കോശങ്ങളെ നശിപ്പിച്ച് കളയുമെങ്കിൽ ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ ആകാശത്തിൽ നിറങ്ങാൻ പോകുന്നു. അതിൻ്റെ പേരാ CME, കൊറോണൽ മാസ് എജക്ഷൻ. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്നും തിരുവനന്തപുരത്ത് 33, പാലക്കാട് 42, അത് കഴിഞ്ഞ് പുനലൂരിൽ 40, സൗദി അറേബ്യയിൽ 48, കുവൈറ്റ് 52, ദുബായ് 46. ഒരുപാട് തണുപ്പ് രാജ്യങ്ങൾ പോലും ഇന്ന് ചൂടടിക്കുന്നു. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. കേരളത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ മഴയുടെ തൊട്ട് മുമ്പിട്ട് പറഞ്ഞു, ഉച്ച സമയത്ത് റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം, സൂര്യൻ്റെ താപമേൽക്കാൻ. സഹോദരി വീണ ജോർജ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അവർ പല പ്രാവശ്യവും പറഞ്ഞു 12 മണി മുതൽ 3 മണി വരെ യാത്ര കുറയ്ക്കുക. പുനലൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുഴഞ്ഞു വീഴുന്നു. പാറശാലയിൽ ചെറുപ്പക്കാരെയും ബൈക്കിൽ പോകുമ്പോൾ ശരീരത്തിനകത്ത് പൊള്ളലേക്കുന്നു. പല ഭാഗങ്ങളിലും മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് പൊള്ളൽ. തീർന്നില്ല, ഈ സൂര്യൻ മനുഷ്യനെ കൊന്നും കളയും. പാറശാല പരശുവയ്ക്കൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ച, രാജുചേട്ടൻ രാവിലെ 52കാരൻ പാടത്തിൽ പണിയാമെന്ന് കുഴിഞ്ഞാൻവിള തൊട്ടടുത്ത്. അവിടെ സംഭവിച്ചത്, ഉച്ചയായപ്പോൾ വീട്ടിൽ മടങ്ങിച്ചെന്നില്ല. 3 മണിക്ക് വീട്ടിലുള്ളവർ ചേട്ടനെ തിരക്കി വന്നപ്പോൾ രാജുചേട്ടൻ കുഴഞ്ഞു കിടക്കുന്നു, ശരീരത്തിലൊരു പൊള്ളൽ. പാറശാല ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ആരും തട്ടിയതല്ല, സൂര്യൻ്റെ താപം ശ്വാസകോശത്തിലേറ്റ് ചേട്ടൻ മരിച്ചു വീണു. തിരുവനന്തപുരം ജില്ല പാറശാല പരശുവയ്ക്കൽ രാജു എന്ന് പറയുന്ന 52കാരൻ സൂര്യൻ അദ്ദേഹത്തെ തട്ടിക്കളഞ്ഞു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഏറ്റവും നിർണായകമായി സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ അരുണിമയുടെ പൊൻകിരണം പകരുന്ന സൂര്യൻ അന്ത്യദിനങ്ങളിൽ മനുഷ്യനെ കൊല്ലും? വായിക്കാം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം സൂര്യൻ അധികാരം ലഭിച്ചു. അന്ത്യകാലത്ത് ചൂട് കൂടും, മനുഷ്യനെ കൊല്ലും. തീർന്നില്ല, രാഷ്ട്രീയക്കാരൻ കേൾക്കട്ടെ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ അമിത്ഷാ മഹാരാഷ്ട്രയിൽ ഒരു റാലി പങ്കെടുക്കാൻ പോയി. ഉച്ചയ്ക്ക് 12 പേരെ മഹാരാഷ്ട്രയിലെ റാലി കുഴഞ്ഞു വീണ് മരിച്ചത്. പത്രങ്ങൾ മുഴുവൻ എഴുതി 12 പേർ റാലിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് നിങ്ങളുടെ പത്രങ്ങൾ കണ്ടെങ്കിൽ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അന്ത്യദിനങ്ങളിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ വാർത്തകളും എഴുതുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് എഴുതിക്കോ പ്രവചനം, അന്ത്യദിനങ്ങൾ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, ശ്രീ പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ്, അമിത്ഷായുടെ റാലിയിൽ 12 പേര് കുഴഞ്ഞു വീണുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബൈബിളിൽ ഇരുന്ന പ്രവചനം നിവർത്തിയായെങ്കിൽ ഇന്ന് രാത്രി ചെമ്പൂരിലുള്ള ദൈവമക്കൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി ചിലമ്പറയിലെ ദൈവമക്കൾ പറയണ, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. തീർന്നില്ല, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഏകദേശം ഭൂമിയിൽ ഇന്ന് 850 കോടി വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. കുറച്ചു പേർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും, ബാക്കിയുള്ളവർ വെള്ളം കുടിച്ച് മരിക്കും. അതിൻ്റെ പേര് വാട്ടർ ഇൻഫെക്ഷൻ. എന്താ വാട്ടർ ഇൻഫെക്ഷൻ? ജലം കുടിച്ചും വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. വായിക്കാം മക്കളെ, വെളിപ്പാട് പുസ്തകം 8, 10, 11, ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 8 വേഴ്സ് 10 and 11. വെളിപ്പാട് 8, 10, 11. മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുമോ? മൂന്നാമത്തെ ദൂതൻ വായിച്ചട്ടെ. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ
പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തിലെ നക്ഷത്രം ആകാശത്തു നിന്ന് വീണു. ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴുമെന്ന് അടുത്ത വാക്ക്. നദികളിൽ മൂന്നിലൊന്നിന്മേലും നദികളിൽ മൂന്നിലൊന്നും നീരുറവകളിന്മേലും ആ കിണറ്റിലും ഈ നക്ഷത്രം വീഴുമെന്ന്. നെയ്യാറി വീഴും, കരമനയാറി വീഴും, പമ്പയാറ് വീഴും. അവിടെ നിർത്തിയാട്ട് ആകാശത്തെ നക്ഷത്രമുണ്ടോ? 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശത്തിനകത്ത് കിടപ്പുണ്ട്. ആകാശപ്പാറയും നക്ഷത്രങ്ങളും കണ്ടു. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ഓൺലൈനിലും ഇത് കാണാം. ദാ കിടക്കുന്നു വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ആകാശത്തിൽ ഉൽക്ക കിടപ്പുണ്ട്. തീർന്നില്ല. റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്ക. യോഗം കഴിഞ്ഞ് ആർക്ക് വേണേലും നോട്ട് വേണേലും തരാം. റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. 1945 ഓഗസ്റ്റ് 6 അമേരിക്കയുടെ 2 വിമാനങ്ങൾ എനാഗുള ബോക്സ് കാർ ഹിരോഷിമയിൽ നാഗസാക്കിയിലും 2 ബോംബിട്ട് 1.5 ലക്ഷം പേരെ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഒരു ഉൽക്ക വീണാൽ 45 ലക്ഷം പേർ മരിക്കും. ദാ കിടക്കുന്ന കാര്യം സ്വോത്രം. ആകാശത്തിനകത്ത് ഉൽക്കയുണ്ട്. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ. കേൾക്കണോ? 2009 ഈ വർഷം അമേരിക്ക ക്രിസ്മസ് ഇല്ല. 2009 അമേരിക്ക ക്രിസ്മസ് ഇല്ല. കാര്യം ന്യൂഡൽഹിയിൽ നിന്ന് 109 ആകാശപ്പാറ ആകാശക്കൂടെ കത്തിക്കൊണ്ടുപോയി. ഈ പാറ ഇടയ്ക്കിടയ്ക്ക് കത്തുമ്പോൾ ഞങ്ങളുടെ ചില ഉപദേശിമാർ പോസ്റ്റ് ഇടുന്ന കർത്താവ് വരാറായി പാറ കത്തിയെന്ന്. സ്വോത്രം. ഇതൊന്നും തെറ്റായ കാര്യമാണ്. അങ്കമാലി തീഗോളം, കോട്ടയത്ത് തീഗോളം, വേളിയിൽ ഒരു തീഗോളം കണ്ട ഉപദേശിമാർ ഉടനെ പോസ്റ്റ് ഇടുന്ന യേശു വരാറായി തീഗോളം കണ്ടത്. സ്വോത്രം. ഇനിയെങ്കിലും ഇതിൻ്റെ പുറകെ പോകരുത്. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ ആകാശപ്പാറ. 109 അസ്ട്രോയിഡ് യാത്രയായി ജപ്പാനിൽ ചെന്നു. ജപ്പാനിൽ നിന്ന് ഈ അസ്ട്രോയിഡ് കത്തി കത്തി അമേരിക്കയിലോട്ട് കയറി. അമേരിക്കയിൽ നാസ പറഞ്ഞ് ഈ വർഷം ക്രിസ്മസ് വേണ്ട. പക്ഷേ അമേരിക്ക എത്തുന്നതിന് മുമ്പ് ഈ പാറ കണ്ടില്ല. എവിടെ പോയെന്നറിയത്തില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആകാശപ്പാറ കത്തുകയും ചെയ്യും, താഴെ വീഴുകയും ചെയ്യും. അന്ത്യദിനങ്ങൾ പറഞ്ഞു തരാം. ആകാശപ്പാറയൊക്കെ താഴെ വീഴും. ഇവിടെ അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട്. ആകാശപ്പാറയൊക്കെ താഴെ വീഴും. പണ്ട് ഏതാണെന്നറിയാമോ? സ്കൈലാബ് അങ്ങനെ പലർക്കും ഓർമ്മയുണ്ട്. അച്ഛന്മാരും മിണ്ടുന്നില്ല. പണ്ട് സ്കൈലാബ് വീഴുന്നെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചാക്കും പതച്ച് കട്ടിലിൻ്റെ കീഴിൽ കയറിയെന്ന്. സ്വോത്രം. അവൻ്റെ ചേട്ടന്മാരെല്ലാം കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ട വീഴുവെന്ന്. ഈ സാറ്റലൈറ്റുകൾ മേളി വിട്ടതെല്ലാം നാട്ടുമാങ്ങ വീഴുന്ന പോലെ വീഴും. ആകാശപ്പാറ എവിടെ വീഴും? നദികളിലും നീരുറവകളിലും. പെരുങ്കടവളെ ആലത്തൂരും. അത് കഴിഞ്ഞിട്ട് ആ പടപ്പിത്തോട്ടമെല്ലാം നല്ല പാറക്കോറിയുണ്ട്. പാറ പൊട്ടിച്ചാൽ എല്ലാം എവിടെ വീഴുന്നത്? ക്രഷറിലല്ല, പുറത്ത് വീഴുന്ന പോലെ ഈ പാറ നെയ്യാറിലും വീഴും, നദികളിലും വീഴും. നീരുറവ കിണറ്റിനകത്തും വീഴും. ഈ പാറ കിണറ്റ് വീഴുമ്പോൾ ചിന്നമ്മ സിസ്റ്റർ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. പിറ്റേന്ന് പത്രവാർത്ത മലയൻകിഴി അന്നമ്മയുടെ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. വല്ലാത്തൊരു പ്രതിഭാസം. സ്വോത്രം. അത് കഴിഞ്ഞ് വീണ്ടും കള്ളിക്കാട് അമ്മമ്മയുടെ വീട്ടിലെ കിണറ്റിൽ മഞ്ഞ വെള്ളം. സ്വോത്രം. വെള്ളറടയിൽ ഒരു വെള്ളം. സ്വോത്രം. ചില ചേച്ചിമാർ പറയും ഞാൻ ചർച്ച ആരാധനയ്ക്ക് പോയപ്പോൾ അപ്പുറത്ത് പെങ്കൊച്ചു കൊണ്ടുവന്ന് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കലക്കിയതാണ്. എൻ്റെ അമ്മമ്മ ഇനിയെങ്കിലും അത് പറയരുത്. സ്വോത്രം. കൊച്ചിന് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മൊബൈൽ നോക്കാൻ സമയമില്ല. അന്നേരം ആ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നോക്കി കൊണ്ടിടാൻ സമയം. സ്വോത്രം. അത് മാത്രമല്ല നല്ല സ്ഥലം, കൺവെൻഷൻ കൂട്ടം നടക്കുന്ന അരുമயான സ്ഥലം. ദാണ്ട് ഇവിടെ അനവധി മരം നിൽക്കുന്നു. ഈ മരക്കൂട്ടത്തിനകത്ത് ചില മരങ്ങൾ ഉണങ്ങി ഇങ്ങനെ കൂനി പിടിച്ച് നിൽക്കും. സ്വോത്രം. ബാക്കി മരത്തിന് ഒരു കുഴപ്പമില്ല. സയൻസ് കേൾക്കണോ? ആകാശത്തിൽ നിന്ന് വരുന്ന അസ്ട്രോയിഡ് അത് പൊട്ടുമ്പോൾ അതിൻ്റെ ചീളി മരത്തെ കൂടെ തുളഞ്ഞങ്ങ് കയറും, വേരിനകത്തിറങ്ങും. അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് മരത്തിൻ്റെ വേരുകളെ നശിക്കുമ്പോൾ 500 റബ്ബർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ കരിഞ്ഞ് നിൽക്കും. ദാ പ്ലാവും കരിഞ്ഞ് നിൽക്കും. ഇതാ അസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആകാശപ്പാറ മനുഷ്യൻ്റെ മേൽ വരാൻ പോകുന്നു. നദികളിലും നീരുറവകളിലും വീണു. വായിക്കാം. വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുക. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. അടുത്തത് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ. അതാ ഞാൻ ഇന്ന് രാത്രി ഈ ചിലമ്പരയോട് പറയുന്ന 2/3 ജനം മരിക്കും വെള്ളം കുടിച്ച്. വാട്ടർ ഇൻഫെക്ഷൻ. അത് പുറകെ അടുത്ത വാക്കൂടെ പറഞ്ഞുതരാം. കേട്ടോണം. ആ വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഓ, ഇനി കോവിഡ് 1 ഗ്രാം എന്നല്ല, വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ഇതിൻ്റെ ഒരു മലയാളം കൂടെ പറഞ്ഞുതരാം. ഇടയ്ക്ക് നമ്മുടെ കൊല്ലങ്കോട്, പടുവഞ്ചാൽ, പൂവാർ, പുല്ലുവിള, വിഴിഞ്ഞം, ശംഖുമുഖം ഇവിടെല്ലാം മീൻ കൂട്ടത്തോടെ ചത്ത് കിടന്ന കാഴ്ച ഇട സമയത്ത് നിങ്ങൾ കണ്ടതാ. പാഷന്മാർ മിണ്ടുന്നില്ല. ബക്കറ്റുമായിട്ട് വിഴിഞ്ഞത്ത് മീൻ മേടിക്കാൻ പോയ പാഷന്മാർ പോലും മിണ്ടുന്നില്ല. സ്വോത്രം. കണ്ടില്ലേ? അവരെല്ലാം വിഴിഞ്ഞത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച പൂവാറിൽ മീൻ ചത്ത് കിടക്കുന്നു. അപ്പം മലയാള മനോരമ നല്ല ചാനൽ, അതിലെ ചെറുപ്പക്കാരെഴുതിയ സ്രാവിൻ്റെ കറയിറങ്ങിയ മീൻകൂട്ടം ചത്തേന്ന്. സ്വോത്രം. അപ്പം ഇപ്പോഴെങ്ങാണ്ട് ആ പൂവാറി സ്രാവ് വന്ന, പണ്ട് പൂവാറി സ്രാവില്ലായിരുന്നു. സ്വോത്രം. പിന്നെ ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. സ്വോത്രം. ക്ലിയർ പറഞ്ഞു തരാം. ആകാശത്തിൽ
കാണിക്കുന്ന അസ്ട്രോയിഡ് ചെറിയ പാറ, അതിനകത്ത് ഫ്ലൂറൈഡ്, കടലിലെ വെള്ളം സോഡിയം ക്ലോറൈഡ്, ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു ലായനിയാവും. ഇത് മത്സ്യത്തിൻ്റെ ചെകിളയ്ക്ക് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും. പിന്നെ അവന് രക്ഷയില്ല. ആസിഡിൻ്റെ ലായനി പല്ലി വാല് മുറിച്ചിട്ട് ഓടുന്നത് പോലെ ഉൾക്കടലിൽ കിടക്കുന്ന മത്സ്യം ജീവനം കൊണ്ട് ഓടി വന്നിട്ട് ആ പൂവാറിലും വിഴിഞ്ഞത്തും മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. കടൽ മീനുകൾ ചത്തു പൊങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീട്. ബൈബിളിനകത്തുണ്ടോ? ആകാശത്തിൽ നിന്ന് നക്ഷത്ര മാത്രമല്ല പാറകളുടെ വീട്. വൈക്കമോളെ വെളിപ്പാട് പുസ്തകം 8:8. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 8:8. ആകാശത്തിൽ നിന്ന് മല പോലെ പാറക്കൂട്ടം വീഴാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം വായിച്ചട്ടെ. രണ്ടാമത്തെ ദൂതനൂതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കിടക്കുന്നു. ആകാശത്തിൽ നിന്ന് കത്തുന്ന പാറ വൻമല പോലെ ഈ സമുദ്രത്തിനകത്തും പുഴയ്ക്കകത്തും വീഴാൻ പോകുന്നു. അടുത്തത് കിടക്കുന്നത് പൂവാറിലെ കടല്, പഴവഞ്ചാലിലെ കടല്, അത് വിഴിഞ്ഞത്തെ കൊല്ലങ്കോടിലെ കടലെല്ലാം രക്തമായി തീർന്നു. മലയാളം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ രക്തവെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. ഇവിടെ എവിടെ നല്ല ഒരു ഉൽക്ക എവിടെ വീഴണം? നെയ്യാറ് വീണ്. നെയ്യാറിൻ്റെ കൈവഴിയ മണ്ഡപത്തിൻ കടവ്, കള്ളിക്കാട് വഴി നേരെ ബ്രാലുമൂട് വഴി എവിടെ പഴയ കട തിരുവനന്തപുരം മുഴുവൻ ഇതെത്തോ. അരുവിക്കര ഡാമിൽ ഒരു പാറ വീണാൽ മതി അമ്മാമ്മേ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഒഴുകുന്ന വെള്ളം രക്തവെള്ളമാകും. വൻമല പോലെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കിണറ്റിനകത്ത് ആരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത്? ഒറ്റശേഖരമംഗലം പഞ്ചായത്തല്ല. വീഴുന്ന ഒരു ഉൽക്ക ഇതിനകത്ത് വീണാൽ വരാൻ പോകുന്നത് രക്തവെള്ളമാ. അന്ത്യദിനങ്ങളിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശപ്പാറ ആകാശത്തിൽ നിന്ന് വീഴുന്നത് പോലെ വൻമല പോലെ ആകാശത്തിനകത്തുനിന്ന് പാറകൾ താഴേക്ക് വീണാൽ സമുദ്രത്തിനകത്ത് കടലിനകത്ത് രക്തവെള്ളം, കിണറ്റിനകത്ത് രക്തവെള്ളം തീർന്നില്ല. നെയ്യാറിന്ന് വരുന്ന രക്തവെള്ളം. മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പാറ പൊട്ടി അതിനകത്തുനിന്ന് വലിയ രക്തം ഇവിടെ ഒഴുകുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരമയാഗമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. പൂവാറിനകത്ത് രക്തവെള്ളം വെളിപ്പെടുന്നതിന് മുമ്പ്, നെയ്യാറിൽ രക്തവെള്ളം ഇറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളുടെ കിണറ്റിനകത്ത് ദാണ്ട് രക്തം പോലെ വെള്ളം വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യം. അത്തിവർഷം പെരുങ്കാറ്റ് തീർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ. 2 പാർട്ട് കഴിഞ്ഞു. 1 സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2 കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തിൽ നിന്ന് പാറയും ഉൽക്കയും വീണ് മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. സമുദ്രത്തിനകത്ത് രക്തം, ആറിനകത്ത് രക്തം, നീരുറവകയ്ക്കകത്തും കയ്പ് കാടി പോലെ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. 3 വൻകിട ഭൂകമ്പങ്ങൾ ലോകത്തിൽ വരും. എന്താ ഭൂമിയുടെ പ്രത്യേകത? നാം പാർക്കുന്ന ഭൂമി സൂര്യൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ. നാം പാർക്കുന്ന ഭൂമി ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഉത്തരദിക്കിനെ നാസ്തിത്വത്തിൽ ഭൂമിയെ ശൂന്യത്തിൽ അത് തൂക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഭൂമിക്ക് 3 തട്ടുണ്ട്. 1-ാമത്തെ തട്ട് ക്രിസ്റ്റ്, 80 കിലോമീറ്റർ വീട് വെക്കാം. അത് കഴിഞ്ഞ് വെള്ളം കിട്ട്. അതിനുശേഷം 80 മുതൽ 2000 വരെ 2-ാമത്തെ തട്ട്. അതിൻ്റെ പേരാ മാൻഡേഡ്. ആ കട്ടിപ്രതലം. മാൻഡേഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ പ്രത്യേകത. 1-ാമത്തെ പ്ലേറ്റ് കന്യാകുമാരി മുതൽ കാശ്മീർ ഗൾഫ് രാജ്യം തുർക്കി വരെ ഇതിന് വിളിക്കുന്ന പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റ്. ഈ കന്യാകുമാരി കാശ്മീർ പറഞ്ഞപ്പോഴാ ഈ പ്ലേറ്റിൻ്റെ മേളിൽ കൂടെ ഒരാൾ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരാ ഭാരത് ജോഡോ നടത്തിയ രാഹുൽ ജി. കരമുയരുന്നില്ലല്ലോ. ഈ പ്ലേറ്റിൻ്റെ മേളിൽ കൂടെ പുള്ളിക്കാരൻ കാശ്മീർ വരെ പോയെന്ന് സ്വോത്രം. ബാക്കി എവിടെയും കയറാതെ. അത് 1-ാമത്തെ കാര്യം. ഇനി 2-ാമത്തെ കാര്യം, അടുത്ത പ്ലേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ന്യൂഡൽഹി, ബർമ, റംഗൂൺ, അത് കഴിഞ്ഞിട്ട് ചൈന, അത് കഴിഞ്ഞ് നേരെ ഏറ്റവും നിർണായകമായി റഷ്യ വഴി യൂറോപ്പിലെത്തുന്ന അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. ബൈബിളിനകത്തുണ്ടോ? ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ. സങ്കീർത്തനം 104:5 വീട്ടിൽ ചെന്ന് വായിക്കണം. അതാ സങ്കീർത്തനം 104:5. ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരിയാർ തിരുവല്ലക്കാരൻ ഗോപിനാഥൻ ആശാരിയല്ല. അതുകൊണ്ട് ഇയ്യോബിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇയ്യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ രാശി ചക്രങ്ങളെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകളെ നിനക്ക് അഴിക്കാൻ കഴിയുമോ? അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം പരശുരാമൻ അടിപറിഞ്ഞതെന്നല്ല. ഭൂമി സ്വർഗത്തിലെ ദൈവത്താൽ പണിയപ്പെട്ടതാ ഭൂമി. സ്തോത്രം. ഇന്ന് രാത്രി
1, 2. അതാ ഞാൻ പറഞ്ഞ് 52 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ, 52 കോടി ചതുരശ്ര ലക്ഷം കിലോമീറ്റർ PSCക്ക് വരും. 2/3 ഭാഗം വെള്ളം, 36 കോടി, 1600 ഡിഗ്രി പമ്പരം പോലെ, 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളയ്ക്കുന്നു. ഉപരിതലത്തിനകത്ത് കൃഷി ചെയ്യുന്നെങ്കിൽ അധോഭാഗം തീ. അത് കഴിഞ്ഞിട്ട് ഭൂമിയുടെ 4ാമത്തെ തട്ട് കേട്ടോണം. 4ാമത്തെ തട്ടിൻ്റെ പേരാണ് ഇന്നത്തെ ക്രിസ്റ്റ് മാൻഡ്. അതിന് പേര് കോർ. കോറിനകത്ത് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ട്രെയിനിനകത്ത് സ്ലീപ്പർ, AC, ഫസ്റ്റ് ക്ലാസ് പോലെ. സ്വോത്രം. അതാണ് പാതാളം, യാതനാസ്ഥലം, പുറത്തെ ഇരുട്ട്. അതിന് TPM നല്ലോണം പറയും, ഹെഡ്സ് അബസോസ് സ്ട്രാറ്റസ്. അങ്ങനെ ഭൂമിക്ക് കീഴെ പാതാളം ഉണ്ടെന്ന് വല്ലവർക്കും അറിയാമോ? കർത്തൃദാസ് ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ പഠിച്ചില്ല, ഈ സുവിശേഷവും എന്തിനാ? നിത്യ നരകത്തിലേക്കല്ല, നിത്യ വീട്ടിലേക്ക് പോകാനാ. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. 2 വഴി പറഞ്ഞു കേട്ടില്ലയോ? അതുകൊണ്ടല്ലയോ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പാതാളം ഉണ്ടോ? ഞങ്ങളല്ല. ബൈബിളിനകത്ത് യേശു പറഞ്ഞു അങ്ങനെ ഒരു അച്ചായനില്ലായിരുന്നു നമ്മുടെ ചെമ്പൂരിൽ പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ ധനവാൻ തോമാച്ചായൻ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? സഭയിൽ പോകാതെ ദൈവകൃപയിലൊക്കെ നിന്ന് ഇപ്പം കാശൊക്കെയായി പോകാത്ത ധനവാന്റെ വീട്ടിനോട് ചേർന്ന് വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു, പാവപ്പെട്ട ലാസർ. ലാസറിൻ്റെ പ്രത്യേകത എന്തോ? വല്ലപ്പോഴും റൊട്ടിയും കട്ടൻ ചായയും കിട്ടും. ആ കാലത്ത് കോവിഡ് അടിച്ചത് ഒമിക്രോൺ 2 എണ്ണത്തിനെ അടിച്ചു. സ്വോത്രം. 2 എണ്ണത്തിനെ കൂടെ 108 ആംബുലൻസ് എവിടെ കൊണ്ടുപോയി? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ധനവാനെ ലാസറിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആ സമയത്ത് ധനവാൻ്റെ കാര്യം പോക്കാന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു പേപ്പർ മേടിക്കാൻ കിംസിൽ കൊണ്ടുപോവാം. കിംസുകാർ നോക്കിയിരിക്കുമല്ലേ സ്വോത്രം. ഒരു 4-5 ലക്ഷം രൂപ അടിച്ച് പ്രോട്ടീൻ ട്രിപ്പും കൊടുത്ത് എന്തായാലും കോവിഡ് ഔട്ടാക്കി. സ്വോത്രം. എന്നിട്ടും അച്ചായൻ രക്ഷപ്പെട്ടില്ല. അതിൻ്റെ ഇടയ്ക്കായി ലാസർ കൊണ്ട് ചെന്ന് 2ാം ദിവസം ട്രിപ്പ് ഇടുന്നതിന് വിട്ട് കാര്യം പോയി. പിന്നെ ആര് കൊണ്ടുവന്ന് ആംബുലൻസ് കയറ്റുമെന്ന് അറിയത്തില്ല. എനിക്കറിയത്തില്ല. വട്ടിയൂർക്കാവിലോ മലമുകളിലോ ചെമ്പൂരോ ഏത് റബ്ബറും തോട്ടത്തിൽ അടയ്ക്കുമെന്ന് അറിയത്തില്ല. സ്വോത്രം. ഒരു ഭാഗം അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ലാസറിനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. സ്വോത്രം. ഇന്നത് നിൽക്കട്ടെ. ആ കാര്യം കഴിഞ്ഞ് പാവപ്പെട്ട ധനവാൻ കോവിഡ് ഔട്ടായി, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ധനവാനെ എന്തോ ഇത്, ഒരു കൊച്ച് അമേരിക്കയിൽ, മറ്റവൻ UK. 3 ദിവസം സമയം എടുത്തു. നെയ്യാറ്റിൻകര കൊണ്ടുവന്ന് മോർച്ചറി വെച്ചു. 4-ാം ദിവസം നല്ല ശുശ്രൂഷ ചെമ്പൂരിൽ. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ, അച്ഛന്മാരെല്ലാം വന്ന് അച്ചായൻ പള്ളിക്ക് മണി തന്നു, കൊട തന്നു, എല്ലാം തന്നു. സ്വോത്രം. പക്ഷെ ഒരു ഗുണമുണ്ട്, അച്ഛൻ അക്കരം കയറത്തില്ല. സ്വോത്രം. മണി തന്ന്, കൊട തന്ന്, എല്ലാം തന്നു. സ്വോത്രം. പിന്നെ അരുമയാന പാട്ട് സ്റ്റാലിയൊക്കെ പാടുന്ന ലോകെ ഞാൻ എന്നോട്ടം തികച്ചു. ആൾക്കാരെല്ലാം വിചാരിച്ച് അച്ഛൻ പറന്ന് കയറുന്നു. ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ പാട്ടില്ലല്ലോ, മരിക്കുമ്പോഴാണല്ലോ പാട്ട്. ഈ അടുത്ത സമയത്ത് ചാത്തന്നൂർ ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളുകൂടി അച്ചായൻ മരിച്ചു. മോൻ വരാൻ 2 ദിവസം താമസിച്ചു. സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്ന പാട്ട് കേട്ടിട്ട് ഞാൻ നിന്നുപോയി. ഇതുവരെ ഞാനും പാടിയിട്ടില്ല. എന്നെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. ഷാപ്പി കത്തിക്കുത്തേറ്റെഴുതി അച്ചായനെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. സ്വോത്രം. ഇങ്ങനെയുള്ള പാട്ടാണ് ഇന്ന് പാടുന്നത്. കേട്ടോണ്ട് നല്ല അടക്കമായിരുന്നു. എല്ലാവരും സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ള ഉപദേശന്മാരെല്ലാം വന്ന് അച്ചായന് പ്രൈസലോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വീട്ടിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസൻ പറഞ്ഞു കൂടുതൽ സമയം വെക്കാൻ പറ്റത്തില്ല, നാട്ടുകാരെല്ലാം അങ്ങോട്ട് മാറിയാട്ട് അച്ചായൻ്റെ ബോഡി 4 വർഷമായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന മിനിറ്റ് കൊണ്ട് ഇപ്പം പെട്ടിയിലോട്ട് മാറ്റുക, അന്ത്യചുംബനം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോവിഡ് കഴിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ അടയ്ക്കാൻ പോകുകയെന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പോൾ അച്ചായൻ്റെ മോനൊരു പയ്യനുണ്ടായിരുന്നു, ജോസഫിന് ഒരു കൊച്ചുമോനുണ്ടായിരുന്നു. ഇതായിരിക്കും ഈ മോൻ്റെ കണക്ക്. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജിത്തു എന്നായിരുന്നു പേര്. ഈ അച്ചായന് ഇടയ്ക്കിടയ്ക്ക് വെള്ളറുടെ ഈ ബിവറേജസിലും അവിടെ ഈ കോട്ട ഈ കല്ല് കുടിക്കാൻ പോകുമ്പോൾ ഈ കൊച്ചുമോനുള്ള സ്നേഹം കൊണ്ട് സാംസങ് ഗാലക്സിയുടെ ചോക്ലേറ്റ് രൂപ ഇട്ടുകൊണ്ട് കൊടുക്കുമായിരുന്നു. സ്വോത്രം. അത് കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴും അപ്പച്ചൻ മരിച്ചു. ഇനി യാത്രയൊന്നുമില്ലല്ലോ. അവസാനമായിട്ട് എന്തോ കൊടുക്കാൻ പറ്റും. ആരാണ്ട് അപ്പച്ചൻ്റെ തല ഉയർത്തി തലേണ വെച്ചപ്പോൾ അന്നില്ല കോവിഡ് കാലം കൂടായിരുന്നു. പഴയ മൊബൈലൊക്കെ മാറി. കുഞ്ഞുങ്ങൾ സ്കൂളാപ്പും പൈസാപ്പും പഠിക്കുന്ന മൊബൈൽ അവൻ്റെ കയ്യിലായിട്ട് പഴയ നോക്കിയ എടുത്ത് ചാർജ് ചെയ്ത് അപ്പൻ്റെ തലയുള്ള കീഴിലോട്ട് വെച്ച് കൊടുത്ത്. സന്തോഷമില്ലല്ലോ. ഇന്ന് ചില അപ്പച്ചന്മാർ ഭരിക്കുമ്പോൾ ചെമ്പൂരും മഞ്ചങ്കോടും വലിയ വഴി 50 രൂപ നോട്ടെടുത്ത് തലയുടെ കീഴി വെക്കുക. ചിലർ പറയുന്നത് അപ്പച്ചൻ നെയ്യാറ് കടക്കാൻ മണ്ണക്കൂലിയാന്ന്. സ്വോത്രം. ഇനി മേലിൽ അത് ചെയ്യരുത്. സ്വോത്രം. അപ്പച്ചൻ്റെ കീഴി വെക്കുന്ന 50 രൂപ പെട്ടിയോടുകൂടി ദ്രവിച്ച് പോകത്തേ ഉള്ളൂ. അപ്പച്ചന് വള്ളം കടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി കണ്ടോ, ഇവിടെ ഞാൻ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അല്ലേ തന്നെ സുഖമില്ല, കുഴഞ്ഞു വീണു. ആൾക്കാർ നിങ്ങളെല്ലാം കൂടെ എന്നെ കൊടി വെള്ളറുടെ ദേവി ആശുപത്രി കൊണ്ടുപോയി. ദേവി കൊണ്ടുപോയപ്പോൾ എന്തോ ചെയ്തെന്നറിയാമോ? അവർ പറഞ്ഞ ആൾ തട്ടിപ്പോയി. ഉടനെ രാത്രി പരിപാടിയൊന്നും നടക്കത്തില്ലോ. ശാലി എന്നെ കൂടുണ്ട്. അവരോട് പറഞ്ഞു മോർച്ചറി കയറ്റിയത് നല്ലോണം 23 അടിച്ചേക്കാൻ. തണുപ്പ് ജീവിച്ചിരുന്നപ്പോഴോ തണുപ്പ് കിട്ടിയാലും നല്ലോണം തണുത്തേക്കിട്ടെന്ന്. സ്വോത്രം. എന്നെ മോർച്ചറി കയറ്റും, കുറച്ച് പിനോലിനോട് അടിക്കും, ശരീരം കേടാവാം. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ പത്രവാർത്ത, സുവിശേഷ പ്രഭാഷകൻ സജു ചാത്തന്നൂർ മരിച്ചുപോയി പ്രഭാഷണ മധ്യേ. അപ്പോൾ
എഴുതിയിരിക്കുന്ന മരിച്ചുപോയി. അപ്പോഴും എൻ്റെ ഡെഡ് ബോഡി അവിടെ ഇവിടെ നമ്മുടെ വെള്ളറുടെ ദേവി കിടപ്പുണ്ട്. സ്വോത്രം. അപ്പോൾ പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ, കിടക്കുന്നത് എൻ്റെ ഭൗതിക ശരീരമാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം ഏതൊക്കെ ക്രിയ ചെയ്താലും, കൊല വെട്ടിയതിന് ശേഷം വാഴയുടെ ചവിട്ടി കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന പോസ്പേറ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിണ്ടി കനക്കുമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല, ഒരു കൂമ്പ് പോലും കിട്ടത്തില്ല. സ്വോത്രം. അതുകൊണ്ട് ശവമഞ്ചത്തിൻ്റെ കീഴിൽ 50 രൂപ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്വോത്രം. അതൊക്കെ പഴയ ചിന്താഗതിയാണ്, സയൻസൊക്കെ വളർന്നു പോയി. ഈ അപ്പച്ചൻ്റെ സ്വോത്രം എന്തോ ഇത്, ഈ കൊച്ചുമോനൊരു മൊബൈൽ എടുത്ത് താഴെ വെച്ച് പെട്ടി എല്ലാവരും കൂടെ അടച്ച് അപ്പച്ചൻ നേരെ പോയി എവിടാ, താഴെ പാതാളത്തിൽ ചെന്നപ്പോൾ ചെമ്പൂരിലെ പുളിങ്കുടിയിലെ സകല കള്ളുകുടിയന്മാരും അവിടെ നിൽപ്പുണ്ട്. സ്വോത്രം. ഉടനെ അച്ചായനോട് ചോദിച്ചു, എൻ്റെ പൊന്നച്ചായ ഒട്ടശേഖരമംഗലം, കാലായിൽ, ചെമ്പൂര്, വെള്ളറട, മഞ്ചങ്കോട്, മണ്ണാങ്കോണം, പ്ലാമ്പഴഞ്ച് എല്ലായിടത്തും യോഗം കേട്ടിട്ട് കൈ ഉയർത്തി ആ ടിക്കറ്റ് അങ്ങ് നേടിയിരുന്ന കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ചായൻ പറയും, അതൊന്നും ഓർത്തില്ല, അന്ന് ഈ അൽപകാമം കുഴിമന്തിയിൽ നിന്ന് പള്ളിപ്പാത കറങ്ങി നടന്നതായി കുഴപ്പമായി പോയെന്ന്. സ്വോത്രം. ആ അച്ചായനെ പോലും ഇവിടുത്തെ അച്ചായന്മാർക്കും കുഴപ്പം വരാതിരിക്കാനാണ് ഈ സുവിശേഷ യോഗം വെച്ചിരിക്കുന്ന. സ്വോത്രം. അച്ചായൻ അവിടെ ചെന്നപ്പോൾ വാ തുറന്ന്, ഇവിടെ പ്രൈസലോട് ടീം പാടിയാലും ഞങ്ങൾ പാടിയാലും ഹല്ലേലൂയ പറയാത്ത അച്ചായൻ ഒറ്റ വാ തുറന്ന് ഹല്ലേലൂയ. അപ്പോൾ 50 കിർമി വായിക്കകത്ത് കയറി. സ്വോത്രം. നേരെ മേളിലോട്ട് നോക്കിയപ്പോൾ ഇന്ന് വരെ മേളിലോട്ട് നോക്കത്തില്ല. നോക്കിയപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു, നല്ല മിനറൽ വാട്ടറും കുടിക്കുന്നു. അപ്പം ലാസർ അബ്രഹാം പിതാവിനോട്, അബ്രഹാം പിതാവ് ഇവിടെ ഭയങ്കര ചൂടടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ തീജ്വാലയിൽ കിടക്കുക, പറ്റുമെങ്കിൽ 2 കുപ്പി മിനറൽ വാട്ടർ കൊടുത്തു വിടണമെന്ന്. സ്തോത്രം. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ നെടുകെ ഒരു പിളർപ്പുണ്ട്. അർത്ഥം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, മരണത്തിന് ശേഷം വള്ളം കയറാനും കാശ് കൊടുത്തിട്ടും അക്കരെ കയറാൻ ബസ് മുറുക്കാനും ഒന്നുമില്ല. ഇത് സ്വർഗം പറഞ്ഞ് ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു. അപ്പം ഈ മരിച്ചവൻ്റെ ആത്മാവിന് വീട്ടിനെ പറ്റി ഓർമ്മയുണ്ടോ? ഡെഡ് ബോഡി അടയ്ക്കാൽ വീട്ടിനെ പറ്റി നല്ല ഓർമ്മ. അപ്പോൾ അബ്രഹാം പിതാവിനോട് പറയാം, ഞാൻ ഒരാൾ ഇത്രയും കുഴപ്പം, എന്നെക്കാളും മോശമായ 4 എണ്ണം ചെമ്പൂര് കിടപ്പുണ്ട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ ലാസറിൻ്റെ ഒരു വിസ എടുത്ത് നമ്മുടെ വീട്ടുമുറ്റത്തൊരു കൺവെൻഷൻ വെക്കണമെന്ന്. സ്വോത്രവന്മാർ രക്ഷപ്പെടാൻ. അപ്പം സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. സ്വോത്രം. വചനം ക്ലിയർ ആയിരിക്കണം. യേശു പറഞ്ഞ ഒരു സമുദായത്തെയും കുറ്റം പറയത്തില്ല. ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ കഴിഞ്ഞു. അന്നേരം ഈ പൂയലടിച്ചത്, തമിഴ്നാട്ടുകാരുടെ ഭാഷ പറഞ്ഞു ഓക്കി ചൂടലിക്കാറ്റ്, എല്ലാം കാറ്റൂടെ അടിച്ച് പാതാളത്തിലെ കറണ്ടും വെട്ടവും എല്ലാം പോയി. പിന്നെ നമ്മുടെ ഈ പവർ ഹൗസും കത്തിപ്പോയി. 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് മിന്നി വെളിച്ചം വന്ന്. അപ്പോൾ ഈ അച്ചായൻ താഴെ വന്നിട്ട് 40 ദിവസമായി. വീട്ടിലെ വിശേഷമൊന്നും അറിയാൻ വയ്യ. ഉടനെ മൈ ഹൗസ് എന്നും പറഞ്ഞ് ആ കൊച്ചുമോൻ കൊടുത്ത നമ്പറിനകത്ത് അച്ചായനൊന്ന് ഞെക്കി. ഉടനെ റിങ് ചെയ്ത്, അവിടെ കുഴപ്പമൊന്നുമില്ല. റിങ് ചെയ്തപ്പോൾ നല്ലൊരു പാട്ട്, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യേക ദൈവം. അച്ചായനൊരു സംശയം, എൻ്റെ വീടാന്ന് ഒന്നുകൂടെ കട്ട് ചെയ്ത് വിളിച്ചു. കട്ട് ചെയ്തപ്പോൾ ജോസഫ് കുട്ടി ഫോണെടുത്തു. മോൻ ജോസഫ് കുട്ടിയോട് ചോദിച്ചു, ഏത് ഉപദേശിയാണ് അവിടെ വന്ന് ഇത്രയും നല്ല രക്ഷയുടെ സുവിശേഷം പറഞ്ഞ് ഇസ്രായേലിൻ്റെ നാഥൻ കർത്താവായിട്ട് രക്ഷിതാവായി സ്വീകരിച്ചു? അപ്പോൾ ജോസഫ് കുട്ടി പറഞ്ഞു, അച്ചായ ഇവിടെ ഉപദേശി വന്നതല്ല, അച്ചായൻ മരിച്ചിട്ട് 40-ന് ഞങ്ങൾ പാട്ട് കുർബാന നടത്തുവാന്ന്. സ്വോത്രം. അച്ചായി പാട്ട് കുർബാനയ്ക്ക് പോയി വല്ലതും ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് ചോദിച്ചു, ടുഡേ പാട്ട് കുർബാനയുടെ സ്പെഷ്യൽ എന്താ? കാട്ടാക്കട വിസ്മയെന്ന് കൊണ്ടുവന്ന നല്ല ഒന്നാന്തര പാലപ്പം, നല്ല മട്ടൻ കറി. അച്ചായ ചൂട് കൂടുതലാണ്ട് എല്ലാവർക്കും ഓരോ കുപ്പി ശവനപ്പെന്ന്. അച്ചായന് ഭയങ്കര സന്തോഷമായി. അച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ കുഞ്ഞ്, 3 കുപ്പി ശവനപ്പം എന്തോ ചെയ്യണം, ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് PMG ചെന്ന് അവിടെ ജനറൽ പോസ്റ്റ് ഓഫീസുണ്ട്, അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ട് പറയണം, കെയർ ഓഫ് തോമാച്ചൻ, പിന്മാറ്റത്തിൽ പുത്തൻ വീട്, പാതാളം 69 12 20 അയച്ചേക്കാൻ. സന്തോഷമില്ലല്ലോ? കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാര് ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കെടാത്തതീ ചാകാത്ത പുഴു. ഞങ്ങളാന്ന് പറഞ്ഞത്. ദാണ്ട് 100 സെഞ്ചുറി അടിച്ച് എല്ലാത്തിൻ്റെയും പരിപ്പോടെ നിൽക്കുന്ന ഒരു സഖാവില്ലേ, VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പം ഞാൻ ഇൻ്റർനെറ്റിൽ വിട്ടിട്ടുണ്ട്, ആരും എനിക്ക് അയച്ചു തന്നിട്ട്. കേരള നിയമസഭയിൽ മാണിസാറുമായിട്ട് ചക്കളത്തിൽ പോരാട്ടം നടത്തിയപ്പോൾ സഖാവ് VS പറഞ്ഞെന്താ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലോ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്തതീ ചാകാത്ത പുഴു. ഒറ്റ ഉപദേശിമാർ പറയത്തില്ല. അദ്ദേഹം പറഞ്ഞു. സ്വോത്രം. ബാക്കി പറ. ഇവിടെ ഇസ്ലാം സഹോദരങ്ങളുണ്ട്, അവരോട് ചോദിക്കണം. അവരുടെ ഖുറാൻ മസ്നാദ് ബാക്കി എഴുതിയിട്ടുണ്ട് താഴെ. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കൊത്തിവലിക്കുന്ന പാമ്പുകൾ തീർന്നില്ല.
അത് കഴിഞ്ഞ് നമുക്കിവിടെ ഈ മഞ്ചങ്കോട് വരുന്നതിലേക്ക് ഒരുപാട് അമ്പലമുണ്ടല്ലോ. അമ്പലത്തിൽ അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒരു ചേട്ടനും ചേച്ചി നല്ല കസവും കൊണ്ടൊക്കെ കൊടുത്ത് പായ്ക്കകത്ത് മൈക്ക് താത്ത് വെച്ച് ഇങ്ങനെ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? സത്കർമ്മോദയ സത്കർമ്മോദയ. എവിടെ കേൾക്കാനാ? വൈകിട്ട് നമ്മൾ ഗാനമേളയ്ക്ക് പോകും, നാട്ടുകാരോട്ട് അടി ഉണ്ടാക്കുക. സ്വോത്രം. പറ്റുമെങ്കിൽ ആരും കൂടെ പോലീസിൻ്റെ തലയ്ക്ക് കല്ലും കൂടെ എറിയാം. സ്വോത്രം. അല്ല പകരം ഇത് വായിക്കുന്ന കേൾക്കാൻ പോവത്തില്ല. ഒരു ചേട്ടനും ചേച്ചിയും വായിക്കുന്നത് മഹാഭാരതത്തിൻ്റെ സൂക്തങ്ങൾ സത്കർമ്മോദയ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്, ഇല്ല കീഴെ പോയാൽ പീഡനം അനുഭവിക്കുമെന്ന് ഹൈന്ദവരുടെ വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ സഭാപ്രസംഗിയല്ല തൻ്റെ ഭക്തന്മാരെഴുതി. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സ്വോത്രം. പാതാളത്തിൻ്റെ വാക്യം പറയുന്നില്ല. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ നരകത്തിനകത്ത് പ്രേതങ്ങളെ ഉപ്പിടുന്നെന്ന. സ്വോത്രം. കെടാത്തതയും ചാകാത്ത പുഴു. സ്തോത്രം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ തട്ടിൻ്റെ അടിയിൽ ദൈവം വെച്ച പ്രതലമായ ടെക്ടോണിക് പ്ലേറ്റ് ലിതോസ്ഫിയർ കടക്കാം ഭൂകമ്പങ്ങളിലേക്ക്. സൂര്യൻ്റെ ആകർഷണത്തിനകത്ത് നിൽക്കുന്ന ഗ്രഹമാ ഇന്ന് നാം പാർക്കുന്ന ഭൂമി. സൂര്യനകത്ത് കത്തുന്ന വാതകം ഹൈഡ്രജൻ. കത്തി വണ്ടിയുടെ പുകയുടെ മാറ്റം വന്നതുപോലെ ഇന്ന് ഹൈഡ്രജനകത്ത് വേറെ സാധനം കയറി ഹീലിയം. കറുത്ത പുള്ളികൾ, ബ്ലാക്ക് മോൾ സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗാലക്സി, അഥവാ കറുത്ത പുള്ളികൾ. ആ ഭാഗം വരുമ്പോൾ ഈ ഭൂമിക്ക് പിടികിട്ടാതെ വരും. അപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസം ഭൂകമ്പം. യെശയ്യാ പ്രവചനം വീട്ടിൽ ചെന്ന് വായിക്കണം. 24:19-20. ഭൂമി പടുപടപ്പൊട്ടും കിടുകിടക്കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. അതിൻ്റെ അകൃത്യം അതിൻ്റെ ഭാരമായി. അതല്ലേ എന്ന് അപ്പൻ മക്കള്, ചേട്ടൻ അനിയന്, അത് കല്യാണം വേറെ, അവറാച്ചൻ തോമാച്ചൻ, ചിന്നമ്മ, പൊന്നമ്മ. സ്വോത്രം. എല്ലാം തീരാൻ പോകും. അതിൻ്റെ അകൃത്യം ഭാരമായിരിക്കുന്നു. സ്വോത്രം. നാടൻ ഭാഷയെ പറഞ്ഞാൽ കൊത്തി മുറത്തിക്കയറുന്ന കോഴിയെ ഇനി ചിന്നമ്മ വെച്ചോണ്ടിരിക്കത്തില്ല. വിരുന്നുകാരനൊന്നും വരണ്ട. രാവിലെ എഴുന്നേറ്റ് കൂട് തുറക്കുന്നതിന് വിട്ട് കത്തിയെടുത്ത് തലയ്ക്ക് ഒരു പിടി പിടിക്കും. അതുപോലെ ഈ ലോകം തീരാൻ പോവുക. സ്വോത്രം.